യൂട്യൂബ് ജേർണിയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഇനി ഒരു 4-5 ദിവസത്തേക്ക് തിരക്കായിരിക്കും. ഇതാണ് മെയിൻ കാരണം. ഞങ്ങളൊരു സഡൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് ചെന്നൈയിൽ നിന്ന് മുങ്ങാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞങ്ങൾ വേറൊരു ട്രിപ്പ് ഒരു 2-3 മാസമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാൻസലായി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറയാം. ഇതിപ്പോൾ ഒരു 4-5 ദിവസത്തെ ട്രിപ്പാണ്. 5 ഡേയ്സും 4 നൈറ്റും ആണ് കേട്ടോ. സോ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ചെന്നൈയിലുള്ളവർക്ക് ഇതുപോലെ ഇന്ത്യയുടെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും, ഇന്ത്യക്ക് വെളിയിലായാലും ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ഏജൻസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെന്നൈ ടു കാശ്മീരാണ് കേട്ടോ പോകുന്നത് ഇപ്രാവശ്യം. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ചെന്നൈ ടു മുംബൈ പോയിട്ട് മുംബൈയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ശ്രീനഗർ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ സീറ്റ് സെലക്ഷനൊക്കെ ചെയ്തത്. റൈറ്റ് സൈഡിൽ ഇരുന്നാലാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുള്ളൂ. അപ്പോൾ പോണ സമയത്ത് എപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ബുക്ക് ചെയ്യാൻ നോക്കുകയെന്ന് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അത് ഏകദേശം ഞാൻ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ ഹിമാചൽ പ്രദേശ് തൊട്ടിട്ടുള്ള ആ ഒരു മൗണ്ടൻ ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്യും കേട്ടോ, നമ്മൾ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം ശ്രീനഗർ ഭയങ്കര സെക്യൂരിറ്റി ഒരു റീജിയൻ ആയതുകൊണ്ട് നമ്മൾ ആ ഭാഗം ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇറങ്ങിയ സമയമോ ശ്രീനഗർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ആയതുകൊണ്ട് ഒരു 15 പേരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാവർക്കും കൂട്ടിയിട്ട് ഒരു അർബേനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടൂറ് ചെയ്ത് തന്ന ആളും നമ്മുടെ കൂടെ തന്നെ ഗൈഡായിട്ട് വരുന്നുണ്ട്. ആളെല്ലാത്തിനും കൂടെ നമ്മുടെ നിൽക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും എവിടെയൊക്കെ പോകേണ്ടതെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ച 1 മണിയായി. നമ്മൾ എത്തിയപ്പോൾ ടോട്ടൽ ഒരു 4 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. 4 to 5 മണിക്കൂർ യാത്ര വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. ഏർലി മോർണിംഗ് ഒരു 7 o'clock 6:30 ആയിരുന്നു ഫ്ലൈറ്റ്. നമ്മളിവിടെ എത്തിയപ്പോൾ 1 o'clock ആയി. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അല്ലായിരുന്നു ബുക്ക് ചെയ്തത്, ആ ഗ്രൂപ്പിൻ്റെ കൂടെ അല്ലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഓൾറെഡി ഒരു 1 month ഒക്കെ മുന്നേ തന്നെ ബുക്ക് ചെയ്തു. നമ്മൾ ഒരു 2-3 ദിവസം മുമ്പാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വേറെ ഫ്ലൈറ്റായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ ആയി. അവർ വന്ന് അവരുടെ ബാക്കിയുള്ള സെക്യൂരിറ്റി ചെക്കിൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചാണല്ലോ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വണ്ടി എല്ലാം ഓടിക്കണതും എല്ലാം അവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. ഫസ്റ്റ് ഡേ കാര്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ചെന്നൈയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എല്ലാ തിങ്സൊന്നും വാങ്ങിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ നല്ല ഒരു തിന്നായിട്ടുള്ള ഡ്രസ്സൊന്നും നമുക്കിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ തിക്കായിട്ടുള്ള ലെയേഴ്സ് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ട തെർമൽസ് ഉണ്ട്, പിന്നെ സ്വെറ്റേഴ്സ് അല്ലെങ്കിൽ ജാക്കറ്റ്സ്, ഏറ്റവും മുകളിൽ ജാക്കറ്റ്സ്, അങ്ങനെ ഒരു ലെയർ ഓഫ് ക്ലോത്ത്സ് തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ അവരെന്നെ പറഞ്ഞു ഇത്ര എല്ലാവരോടും ഇവിടെ വന്നിട്ട് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു. അതിന് മുമ്പേ ഇവിടെ മസ്റ്റ് വിസിറ്റായിട്ട് നമ്മുടെ കാശ്മീർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്ന് അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയും അവരുടെ ടൂർ പാക്കേജിൻ്റെ ആ ഒരു അവർക്കും പ്രൊമോട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിനുള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. പിന്നെ കാശ്മീരിൽ ഇപ്പോൾ ഏപ്രിൽ മെയ്യിലൊക്കെ സമ്മറാണ്. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുറച്ച് തണുപ്പ് സഹിക്കാത്ത ആൾക്കാർക്കൊക്കെ പോവാം. കാരണം പകലൊക്കെ നല്ല വെയിലായിരിക്കും. ഇപ്പോൾ ഡിപ്പാവുകയാണെങ്കിൽ തന്നെ നൈറ്റ് രാത്രിയൊക്കെയാണ് നന്നായിട്ട് ഒരു 1 ഡിഗ്രിയിലേക്കൊക്കെ കുറയുള്ളൂ എന്ന് പറയണു. നമ്മളിവിടെ റിസർച്ച് ചെയ്ത സമയത്ത് അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. വെയിലത്ത് തന്നെ നമുക്ക് അങ്ങനെ സാധാരണ ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു സ്വെറ്റർ ഒരു കോട്ട് വേണം എന്തായാലും. തണുപ്പുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 10 ഡിഗ്രിയോ 16 ഡിഗ്രി വരെയൊക്കെയാണ് കൂടുന്നുള്ളൂ, അതിലും കൂടുന്നില്ല. അപ്പോൾ ഇത് ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് വന്ന് ഒരു റിവർ സൈഡ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. വാക്കിംഗ് ഏരിയയും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തുലിപ്പ് ഗാർഡൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സിബിഷൻ പോലെ കുറേ ചെടികളും നല്ല ഭംഗിയുള്ള കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, തുലിപ്പ് ഗാർഡൻ സ്റ്റാർട്ടായിട്ടുണ്ട്. മെയ് ഒരു ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണെന്ന് തോന്നണു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതും ഒരു പ്ലാനാണ്. സമ്മറിൽ കാശ്മീർ വരുമ്പോൾ മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ് തുലിപ്പ് ഗാർഡൻ. പിന്നെ നമ്മൾ അവർ പറഞ്ഞ പോലെ
ലഞ്ച് കഴിക്കാനും പ്ലസ് ഷോപ്പിങ്ങും ആണ് ഇനി ബാക്കിയുള്ള ഈ ഒരു ഡേ നമ്മൾ യൂസ് ചെയ്യാൻ പോണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ലാൽ ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മാർക്കറ്റ് ഏരിയയാണ്. എല്ലാ റേഞ്ചിലുള്ള നമ്മുടെ ജാക്കറ്റ്സ്, തെർമൽസ്, ഗ്ലൗസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മഫ്ലേഴ്സ്, എല്ലാ ഐറ്റംസും നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു സീസണാണ് ഇത്രേ. അപ്പോൾ ശ്രീനഗറിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ. കാരണം വിൻ്ററിൻ്റെ വേറൊരു വൈബായിരിക്കും, സമ്മറിൻ്റെ വേറൊരു വൈബായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാശ്മീർ പോകുമ്പോൾ 2 ടൈം പോകണം, എന്നാലേ നമുക്ക് ഒറിജിനൽ ഒരു ഇത് കിട്ടുള്ളൂ. കാരണം നമ്മൾ സമ്മറിൽ പോയ സമ്മറിനെ മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ ലഞ്ചിന് വേണ്ടി നമ്മൾ നാഗ്പാൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് കയറിയത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വണ്ടി ഇറക്കി വിട്ടതിന് ശേഷം നമ്മൾ പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലീസായിട്ട് പോയിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മുടെ വണ്ടിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും, അതവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്നിട്ട് ഭക്ഷണം കഴിച്ചത്. മറ്റേ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കഴിച്ചു. അതിന് ശേഷം വീണ്ടും നമ്മൾ അസംബിളായിട്ട് ആ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെയാണ് ഇതുപോലെ നിറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രം വാങ്ങിക്കണമായിരിക്കും നല്ലത്. ആവശ്യമില്ലാത്ത നല്ല കട്ടിയുള്ളതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് തിരിച്ച് ചെന്നൈയിലേക്ക് വരാനുള്ളതാണ്. ചെന്നൈ അല്ലെങ്കിൽ കേരള എവിടെയാണെങ്കിലും നമുക്ക് പറ്റിയ ഡ്രസ്സുകളേ അല്ല, വൂളൻ പോലത്തെ ക്ലോത്ത്സ് അല്ലേ. നമുക്ക് വിൻ്റർ എന്ന് പറഞ്ഞാൽ ആകെ ഒരു 2 ആഴ്ചയായിരിക്കും നമുക്ക് ചെന്നൈയിൽ ആകെ വിൻ്റർ ഉള്ളത്. അപ്പോൾ അതിനൊന്നും നമുക്കിത് യൂസ് വരില്ല. എനിക്ക് വാങ്ങണം എന്നൊക്കെ നല്ല ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു. നല്ല നല്ല ഡ്രസ്സുകൾ, അത് ഈ ഒരു വി ഷേപ്പിലുള്ളത്, പോഞ്ചോസ് എന്ന് അത്ര അതിൻ്റെ പേര്. അപ്പോൾ അതിങ്ങനെ കഴുത്തുകൂടെ ഇങ്ങനെ ഇട്ടിട്ട് തണുപ്പിനെ ചെറുക്കണം, അതൊന്നും നമുക്ക് ശരിക്കും ആവശ്യമില്ല. എനിക്ക് വാങ്ങാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം കൈ ഇങ്ങനെ പോയി. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, ഒന്ന് നമ്മൾ ലഗേജ് തിരിച്ച് കൊണ്ടുപോകണം, രണ്ടാമത് നമ്മൾ യൂസും ചെയ്യാൻ പോകണില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഗുൽമാർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകാനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പായിരിക്കും, അവിടെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ, അതാണ് പ്ലാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത്. അപ്പോൾ ശ്രീനഗർ നമ്മൾ റൂം എടുത്തിട്ടില്ല അത്രേ, കാരണം ശ്രീനഗറിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഗുൽമാർഗിൽ പോകാൻ. അപ്പോൾ ഗുൽമാർഗ് ഓൺ ദി വേ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ റൂം സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇവിടുത്തെ ഷോപ്പിങ്ങും കുറേ നമ്മൾ നടന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് നോക്കിയിട്ടും ഒക്കെ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സിമ്മൊന്നും അവിടെ വർക്കാവില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യണം. ഒന്നുകിൽ എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് പുതിയ സിം എടുക്കാം. പ്രീപെയ്ഡ് ഒന്നും വർക്കാവില്ല, പോസ്റ്റ് പെയ്ഡ് മാത്രമേ അവിടെ വർക്കാവുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എയർപോർട്ടിൽ വന്ന് ക്യൂ നിന്നിട്ട് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വരണേ അവിടുന്ന് നമുക്ക് ഓൾറെഡി ഒരു പോസ്റ്റ് പെയ്ഡ് വാങ്ങിച്ചാൽ ഒരു 2-3 മണിക്കൂറിൽ ആക്ടിവേറ്റ് ആവും. അതൊരു ചുമ്മാ ഒരു സിമ്മ് വാങ്ങിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്കത് യൂസ് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അത്ര വലിയ ഒരു ചിലവൊന്നും വരില്ല. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ചെന്നൈയിൽ നിന്നൊരു ചെറിയ സിമ്മ്, അതും വെള്ളിയാഴ്ച പോകുന്നതിന് ഞങ്ങൾ 10th ഏപ്രിലാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ 9th പോയിട്ട് നമ്മൾ സിം തന്നെ എടുക്കുന്നത്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടായിരുന്നില്ല, ഒരു ഫ്രണ്ട് ഓർമ്മിപ്പിച്ചപ്പോഴാണ് പോയത്. അപ്പോൾ നമ്മൾ പിന്നെ ശ്രീനഗറിൽ നിന്ന് കുറേ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ട്രാവൽ വരുന്ന ഒരു സ്ഥലത്താണ്, അതായത് ബാരാമുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിരിക്കണേ. അതെനിക്ക് അപ്പോഴൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ബാരാമുള്ള എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിട്ടുണ്ട്, ഹിന്ദി പടമാണ്. അപ്പോൾ അത് കണ്ട സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ പോണ സമയത്ത് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ സ്ഥലത്തിൻ്റെ പേര് അതാണെന്നുള്ളത്. അപ്പോൾ ഒരു വില്ലേജ് വൈബാണ് ശരിക്കും. നല്ല നല്ല കുഞ്ഞു കുഞ്ഞു വീടുകൾ, മറ്റേ ഇന്ത്യയിലാണെന്ന് തന്നെ തോന്നാത്ത രീതിയിലത്തെ ഒരു സെറ്റപ്പായിരുന്നു വീടുകൾ. കാരണം മഞ്ഞ് വീണ സ്ഥലമാണല്ലോ. അപ്പോൾ എല്ലാം മറ്റേ സ്ലോപ്പി ആയിട്ടുള്ള ഒരു വീടുകളും, എല്ലാ വീടുകൾക്കും ഓരോ കടുകുപാടൊക്കെ ഉണ്ടാവും ചുറ്റിലും. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിരുന്നു, പച്ചപ്പും ഹരിതാഭയും എൻ്റെ മെയിൻ ഐറ്റം. അങ്ങനെ നമ്മൾ ആപ്പിൾ ട്രീ റിസോർട്ട്സിലാണ് വന്നിരിക്കണേ. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കാശ്മീരി കാവ എന്നാണ് അത്ര അതിൻ്റെ പേര്. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. കേവ ആണോ കാവ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കാവ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നല്ല സാഫ്രോണും ആൽമണ്ട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡ്രിങ്കാണ്, മധുരമുള്ളത്. അതിങ്ങനെ കുടിച്ച് പിന്നെ റൂമിൽ വന്നു. റൂം കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടോ, ഭയങ്കര വലിയ റൂമായിരുന്നു. സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ റൂം എടുക്കുമ്പോൾ AC ആണ് നോക്കുക, ഇവിടെ നമ്മൾ ഹീറ്ററാണ് നോക്കണേ. അപ്പോൾ AC തന്നെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വലിയ ബെഡും പിന്നെ കുട്ടികൾക്ക് 2 എക്സ്ട്രാ ബെഡും ഒക്കെ ആയിട്ട് നമുക്ക് വലിയ റൂമാണ് കിട്ടിയത്. പിന്നെ എല്ലാം വുഡ് ആൻഡ് ഫ്ലോറിങ്ങും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് തണുപ്പിട്ട് അറിയില്ല.
പിന്നെ ഞാൻ എൻ്റെ പ്രതീക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോ ഇങ്ങനെ തുറക്കണ സമയത്ത് നമുക്ക് ആ മഞ്ഞുമലയൊക്കെ കാണണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷെ രാത്രി വന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ്, അതായത് റോഡിൻ്റെ വ്യൂ ഉള്ള റൂമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണ് ഞാൻ ബാരാമുള്ളയുടെ കാര്യം അറിയണത്. വാച്ചിൽ അപ്ഡേറ്റ് ആയപ്പോഴാണ്. അവിടെ വൈഫൈ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി ഫോട്ടോസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇത് ബാരാമുള്ള എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് അറിയുന്നത്. അപ്പോൾ കിത്തുമൊക്കെ പറയുമായിരുന്നു, നമ്മളന്ന് കണ്ട സിനിമയിലത്തെ വീടൊക്കെ ഇവിടെ അടുത്തെങ്ങാണോ ആണോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് കേട്ടോ ശരിക്കും മനസ്സിലായത്, തെറ്റിദ്ധാരണയായിരുന്നു. ഇതിന് മുമ്പിലും മഞ്ഞുമലയാണ്. ഇവിടെ എവിടെ നമ്മൾ പോയാലും ചുറ്റും നോക്കിയാലും മഞ്ഞുള്ള മല തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അത് ബാക്കിലും ഫ്രണ്ടിലും ആവണമെന്നൊന്നും ഇല്ല എന്ന് മനസ്സിലായത്. ഇത് ഈ ഒരു വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനിക് ബ്യൂട്ടിയാണ്. ആ ഒരു മഞ്ഞ കടുകുപാടും എല്ലാം കൂടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ തണുപ്പ് സഹിക്കാൻ പറ്റണില്ല. ഹീറ്ററൊക്കെ ഇട്ടാലും രണ്ടുപേരും ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് ഒന്നും പറഞ്ഞ് നിർബന്ധിക്കാനും പറ്റില്ല, കാരണം നമ്മളും ഇങ്ങനെ തണുത്ത് മരവിച്ചിരിക്കുകയായിരിക്കും. പിന്നെ നമ്മൾ പോകേണ്ട സമയം ആയി തുടങ്ങിയതുകൊണ്ട് ഇതെല്ലാം രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെയാണ് ലെയേഴ്സ് ഇടാനുള്ളത്. ആദ്യം ഒരു തെർമൽ, പിന്നെ നോർമൽ നമ്മളുടെ ഒരു ടീഷർട്ട്, അതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ്, പിന്നെ ഗ്ലൗസ്, ഇതൊക്കെ ഇന്നലെ വാങ്ങിച്ചതാണ്. സോക്സ്, നല്ല വുളൻ സോക്സ് വേണം, ഷൂവ് എല്ലാം റെഡിയാക്കി ഓരോരുത്തരുടെയും ഇങ്ങനെ സെപ്പറേറ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. സോ ആദ്യം എണീക്കണവർ, ഞങ്ങൾ ഹൈറ്റ് ഓർഡറിലായിരുന്നു, ആദ്യം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡിയായി വരണം. കാരണം 8-8:30 ആയിട്ട് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8 മണി തൊട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് അവർ പ്രൊവൈഡ് ചെയ്യണം. ലഞ്ച് മാത്രം നമ്മൾ നമ്മുടെ സ്വന്തം പൈസയിൽ വാങ്ങിക്കണം. അപ്പോൾ അതേ രാവിലെ തന്നെ ഹസ്ബൻഡ് ഫസ്റ്റ് റെഡിയായി. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു എന്തൊക്കെ ലെയർ ഇട്ടിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ജാക്കറ്റ്, അതിൻ്റെ ഉള്ളിലൊരു ടീഷർട്ട്, അതിൻ്റെ ഉള്ളിലൊരു തെർമൽ, അങ്ങനെ. ഇപ്പോൾ എല്ലാവരും ഒരുവിധം റെഡിയായി. എല്ലാം നമ്മൾ അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. കാരണം നമ്മൾ ഒരേ സ്ഥലത്തല്ല താമസിക്കണേ, വേറെ മാറുണ്ട്. പോയി വന്ന ഉടനെ മാറ്റേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഈ ഒരു ഏരിയയൊക്കെ നല്ല വൈബ് ഏരിയ ആയിരുന്നു. ഒരു ബാൽക്കണി, ചായയൊക്കെ കുടിച്ചിരിക്കാൻ. ഏറ്റവും ലാസ്റ്റ് നിത്തുവാണ് കേട്ടോ അന്ന് റെഡിയായത്. ഹൈറ്റ് ഓർഡറൊക്കെ തെറ്റി. അങ്ങനെ എല്ലാവരും റെഡിയായി. നമ്മൾ താഴെ പോയിട്ട് അവിടുത്തെ വന്ന ദിവസം രാത്രി ആയതുകൊണ്ട് നമ്മൾ അവിടുത്തെ ആ റിസോർട്ടിൻ്റെ ഏരിയ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ താഴെ പോയിട്ട് കുറച്ച് നേരം അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ബാക്കി ഇപ്പോൾ ഗ്രൂപ്പ് ട്രിപ്പ് ആകുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ബുദ്ധിമുട്ടെന്നും പറയാം, 2 തരത്തിൽ പറയാം. ഒന്ന് സേഫ്റ്റി നോക്കുമ്പോൾ കാശ്മീരൊക്കെ വരുമ്പോൾ ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് സേഫ് എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് അറിയണ ആൾക്കാർ, നമ്മുടെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ കൂടുതലപ്പോൾ ഒരു ധൈര്യമാണല്ലോ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ഗുണമുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് പോവാം, അങ്ങനെയുണ്ട്. രണ്ടിനും ഒരു ഗുണവും ദോഷമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു ഗാർഡനിൽ വന്ന് നമ്മൾ കാണാത്ത കുറേ പൂക്കളും ചെടികളും, പിന്നെ കിത്തു അവിടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ആ ഒരു പൂ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ ചെറി ബ്ലോസം ആണോ, കാരണം ഇങ്ങനത്തെ പൂവുള്ള ചെടിയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നീടാണ് അത് ആപ്പിൾ ട്രീ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അവിടെ എവിടെയൊക്കെ ആപ്പിൾ ട്രീൻ്റെ ഇതുണ്ട് കേട്ടോ, മരങ്ങളുണ്ട്, ആപ്പിളിൻ്റെ മരങ്ങളുണ്ട്. എനിക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്കത് ആപ്പിൾ ട്രീ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവൂത്രേ ഇതിങ്ങനെ കാച്ച് അതിൽ ആപ്പിളൊക്കെ ഇങ്ങനെ വിളഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിന് പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ സമ്മറായപ്പോൾ. അപ്പോൾ ഈ ഒരു ആപ്പിൾ ട്രീ റിസോർട്ടിന് 2 ബിൽഡിങ്ങാണ്. ഒന്ന് പഴയതും ബാക്കിലുള്ളതാണ് പുതിയത്. നമുക്ക് പഴയ ബിൽഡിങ്ങിലാണ് ആ ഒരു വലിയ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെന്ന് വെറുതെ അങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് ഇത്രയും വലിയ റൂമിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ അന്ന് ആ 4 പേരും കൂടിയിട്ട് ആ ഒരു വലിയ ബെഡിലാണ് കിടന്നുറങ്ങിയത്. മറ്റേ കുഞ്ഞ് 2 ബെഡൊന്നും യൂസേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ ബിൽഡിങ്ങിൽ കുറച്ചും കൂടി വ്യൂ ഉള്ള റൂം വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വരണത് പുതിയ റൂമിലേക്കായിരിക്കും. അതിന് നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മളിവിടെ വെയിറ്റിംഗ് ടൈം കൂടുതലായിരുന്നു ഒന്ന്. കാരണം കൂടെയുള്ള എല്ലാവരും റെഡി ആയിട്ട് വരണമല്ലോ പുറത്തേക്ക്, എന്നാലേ നമുക്ക് സമയത്തിന് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുള്ളൂ. തണുത്ത കാറ്റ് വരുമ്പോൾ അവിടുന്ന് എങ്ങനെ പോണേ? ഗുൽമാർഗ്. പിന്നെ ടെമ്പറേച്ചർ കുഴപ്പമില്ല, ഇതൊക്കെ ഇട്ട്. പക്ഷെ പെട്ടെന്ന് ആ കാറ്റ് വരുമ്പോൾ പിന്നെ അതാ സ്കിന്ന് ഡ്രൈ ആയിട്ട്. അച്ഛൻ്റെ
എല്ലാവരും നല്ല ഡ്രസ്സ്, തണുപ്പ്. അങ്ങനെ എല്ലാവരും റെഡിയായി വന്നപ്പോഴേക്കും ഒരു 8:30-9 കഴിഞ്ഞു അവിടുന്ന് ഇറങ്ങിയപ്പോൾ. നമുക്ക് അവിടുത്തെ ടൈമിങ്ങിനെ കുറിച്ചിട്ടൊന്നും വലിയ പിടുത്തമില്ലല്ലോ എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും. എല്ലാവരും റെഡി ആയതിന് ശേഷം നമുക്ക് പോകാൻ പറ്റിയുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് നമ്മളൊരു സ്ഥലത്ത്, അതായത് നമ്മൾ ഗുൽമാറിൽ പോകുമ്പോൾ ഒരു മല ഇങ്ങനെ നല്ല പിന്നായിട്ട് ഹെയർ പിൻ വളവൊക്കെ ഉള്ളൊരു മല ഇങ്ങനെ കയറണം. അപ്പം അതിന് മുമ്പ് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഷൂ അവിടെ പോയിട്ട് മാറ്റിയിട്ട് ഒരു ബൂട്ട്സ് ഉണ്ട്, റബ്ബർ ബൂട്ട്സ്. നമ്മുടെ വെള്ളം അല്ലെങ്കിൽ മഞ്ഞിൽ നമ്മൾ ഇറങ്ങാനാണല്ലോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മഞ്ഞിലത്തെ ആ ഒരു വെള്ളമൊന്നും നമ്മുടെ ഷൂവിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ബൂട്ട്സ് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷൂ റിമൂവ് ചെയ്തിട്ട് റബ്ബർ ബൂട്ട്സ് ഇട്ടിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിർത്തണ സമയത്ത് അവരിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ. കുറേ ആൾക്കാർ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യും, മറ്റേ ജാക്കറ്റ് വാങ്ങിക്കാനും ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാനും. അപ്പോൾ നമ്മൾ നോ പറഞ്ഞിട്ട് അവരെ വിടണം. ഒന്നാമത് നമുക്കൊക്കെ കുറച്ച് ഭാഷ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, എനിക്കൊക്കെ ആണെങ്കിൽ ഹിന്ദി കാര്യം അറിയാം, വായിക്കാനോ എഴുതാനോ ഒക്കെ അറിയാമെങ്കിലും അത്യാവശ്യം ഒന്ന് തപ്പി സംസാരിക്കാനല്ലേ അറിയുള്ളൂ. നമുക്കങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ലല്ലോ. അത് ഇവിടെ ഇങ്ങനെ വന്നു ഇറങ്ങി അവരവരുടെ സൈസിലുള്ള ബൂട്ട്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ കഴുത്തിൽ ഈ ഒരു മറ്റേ തണുപ്പടിക്കാണ്ടിരിക്കാനുള്ള സാധനവും തൊപ്പിയും ഒക്കെ നമുക്ക് തന്നെ അങ്ങോട്ട് വെച്ച് തരുക ചെയ്യാം. അല്ലാതെ നമ്മൾ ചോദിക്കൊന്നും വേണ്ട, മാഡം ഇത് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് തരും, അതിന് കാശ് ചോദിക്കും. അങ്ങനെയാണ്, അല്ലാതെ വേണമെന്ന് ചോദിക്കലൊന്നും ഇല്ല അവർക്ക്. കുറേ പേര് അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കാശ്മീരി കാവ ഇപ്പം ഞങ്ങൾ കുടിച്ചില്ലേ, അപ്പോൾ അതും അങ്ങനെ തന്നെയാണ്. കയ്യിൽ കൊണ്ട് തരും, ഒഴിച്ചിങ്ങനെ തരും. നമ്മൾ വിചാരിക്കും ആരെങ്കിലും ഓർഡർ ചെയ്തായിരിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പൈസ ചോദിക്കണതെന്ന് അപ്പോഴാണ് അറിയാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ തന്നെ ആ തൊപ്പിയും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചത്. എന്നിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ കയറി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറി തുടങ്ങിയാൽ നല്ല വ്യൂസ് വന്നു തുടങ്ങും. അപ്പോൾ ആ വ്യൂ ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ കേട്ടോ.